അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് നമ്മുടെ അപ്പൂപ്പന്മാരും കാരണന്മാരും ഒരു കാര്യം അന്വേഷിക്കാതെ കൈപിടിച്ച് നടത്തി കൊടുത്ത മൊണാലിസയുടെ കല്യാണവും അത് കഴിഞ്ഞ് ആ കുട്ടി മൈനർ ആണെന്നാണ് ഇപ്പം വാർത്ത വരുന്നത്. ഇപ്പം മറ്റേ ഹസ്ബൻഡിനെതിരെ പോക്സോ കേസിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇനി ഹസ്ബൻഡ് മാത്രമാണോ ഈ നടത്തി കൊടുത്ത എല്ലാവർക്കെതിരെയും കേസ് വേണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം എന്തൊക്കെ പ്രഹസനമാണ് ഈ ലോകത്ത്, വേറെ എവിടെ കല്യാണം നടക്കാത്ത പോലെ, ഒളിച്ചോടി കല്യാണം നടക്കാത്ത പോലെ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ചീത്തപ്പേര് മൊത്തം വരാൻ പോകുന്ന കേരളത്തിന് മൊത്തം. ഓൾറെഡി കേരള സ്റ്റോറി 1, 2 എന്നൊക്കെ പറഞ്ഞ് പുറത്ത് ഇറങ്ങിയാൽ തന്നെ അവർ പല രീതിയിലാണ് കേരളത്തിനെ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുറേ ഓരോ ന്യൂസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കൊടുക്കും. അവർ ഇവിടെ വന്ന് കല്യാണം നടന്നു പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മന്ത്രിമാരൊക്കെ സപ്പോർട്ടായിട്ട് പോകുന്നു. ഈ ലോകത്ത് വേറെ എവിടെ നടക്കാത്ത രീതിയിൽ കല്യാണം. അയ്യോ എന്തൊക്കെ ബഹളമായിരുന്നു. ഇനിയിപ്പോൾ ആകെ പറ്റുന്നത് അത് വ്യാജാണ്, അല്ലെങ്കിൽ അവരെ ജനന സർട്ടിഫിക്കറ്റ് വ്യാജല്ല എന്ന് തെളിയിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പോക്സോ കേസിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്തത് നമ്മുടെ ഭരിക്കുന്ന മന്ത്രിമാർ. അവസ്ഥ ഇതിലും വലിയ അവസ്ഥ കേരളത്തിന് ഇനി വരാനുണ്ടോടെ. ഞാകിലോ റിക്വസ്റ്റ്, മൊണാലിസയുടെ ജനന സർട്ടിഫിക്കറ്റ് 18 വയസ്സാണെന്ന്, അത് ഫേക്ക് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക. അല്ലാതെ ആണ് ചാത്തനാണെന്നും പറഞ്ഞ് വരരുത് പ്ലീസ്. പറ്റാത്തതുകൊണ്ടാണ്. കാരണം എക്കൊക്കെ ഒരു പരിധി ഉണ്ടേ. ഇതെന്ത് പറഞ്ഞാലും ഇപ്പോൾ